ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂവിങ് പോസ്റ്റ് കാർഡ്സ്. സോ ക്രിസ്മസിന് പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐഡിയാസാണ് ഞാൻ ഇനി ഇതിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കിച്ചണിലുള്ള ഗ്ലാസ് ജാർസാണ്. ലിഡ്സ് ഉള്ളതും ലിഡ് ഇല്ലാത്തതുമായിട്ടുള്ള ഗ്ലാസ് ജാർസ് നമുക്ക് എടുക്കാം. പക്ഷെ പല സൈസിലും ഷേപ്സിലും ആണെങ്കിൽ നമുക്കതിന് ഒരു ഫുള്ളി ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഒരേ സൈസിനെക്കാട്ടിലും എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സും സൈസുമുള്ള ജാർസ് ആകുമ്പോഴത്തേക്കും അതിന് കുറേ നല്ല ഡെപ്ത് കൊണ്ടുവരാൻ പറ്റും. ഗ്ലാസ് ജാർസിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള ട്രീസിലിടുന്ന ഹാങ്ങിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ടോയ്സ് ചെറിയ മിനിയേച്ചറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കാം. ചെറിയ ക്രിസ്മസ് ട്രീസ്, ഹൗസസ്, ചെറിയ ഫിഗറൻസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യം തന്നെ ഒരു ട്രയൽ എന്ന രീതിയിൽ ബേസസ് ഞാൻ കുറച്ചൊക്കെ വുഡൻ ബേസസ് എടുത്തിട്ടുണ്ട്. വുഡൻ ബേസിൽ ഒരു വൈറ്റ് കോട്ടും കൂടി കൊടുക്കുമ്പോൾ ഒരു സ്നോയി എഫക്റ്റ് വരും. അപ്പം അതിൽ വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്ലാസ് ജാർസ് എന്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് ഒരു ക്രിസ്മസ് വില്ലേജസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ഫോക്സ് സ്നോ ഉണ്ടെങ്കിൽ അത് ഫില്ലും ചെയ്യാം. പിന്നെ ചെറിയ വുഡൻ ബ്ലോക്സിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഹൗസസ് ആണിത്. അതിൻ്റെ കൂടെ ചെറിയ സ്ട്രീറ്റ് ലൈറ്റും സ്ട്രിങ് ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഓൺ ക്രിയേഷനിൽ നമ്മുടെ മൈൻഡിൽ വരുന്നത് പോലെ നമുക്ക് ഓരോ ജാർസിലെ ക്രിസ്മസ് വില്ലേജസ് പോലെ ഓരോ ജാറിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരു ലെവലിൽ തന്നെ വെക്കാതെ എപ്പോഴും ഹൈറ്റ് ഡിഫറൻസ് കൊടുക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ആ ഒരു ഡെപ്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കേക്ക് സ്റ്റാൻഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് സ്റ്റാൻഡ്സ് എടുക്കാം. അതിലെല്ലാം വെച്ചിട്ട് നമുക്ക് ഹൈറ്റിന് ഇങ്ങനെ വേരിയേഷൻസ് വരുത്തി ചെയ്യാം. അപ്പം ഇതുപോലെ പീസസ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക എന്തിനൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ എപ്പോഴും ഗ്ലാസ് ജാർസിൻ്റെ മുകളിൽ പ്ലെയിൻ ആക്കി വെക്കാതെ എന്തെങ്കിലും ചെറിയൊരു റിബണോ അല്ലെങ്കിൽ ഒരു ലീഫോ അല്ലെങ്കിൽ ചെറിയ ക്രിസ്മസ് ട്രീസ് തന്നെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് പല സ്ഥലത്തും ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. കിച്ചണിൽ ചെയ്യാം, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ചെയ്യാം, എപ്പോഴും അല്ലെങ്കിൽ ഫോയർ സ്പേസിലോ ഒക്കെ കയറി വരുമ്പോഴത്തേക്കും ഫോയർ സ്പേസിലുള്ള കൗണ്ടർ ടോപ്സിലൊക്കെ ചെയ്യാനായിട്ട് അത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഗ്യാപ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലേഴ്സ് വെച്ചിട്ട് ഫില്ലിൻ ചെയ്യാം. ബെറി ബ്രാഞ്ചസ് വെക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്ലവേഴ്സ് വെക്കണമെങ്കിൽ ഫ്ലവേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാം. ഒത്തിരി അങ്ങ് കൂടാതെ ചെറിയ ഫില്ലേഴ്സ് വെച്ചിട്ട് നമുക്ക് ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റീസൈക്കിളും റീയൂസും ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് അതിന് പറ്റിയ ഒരു എക്സാമ്പിളാണ്. ഇതിൽ ന്യൂട്ടെല്ല ജാർസ്, ഗ്ലാസ് ജാർസ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഇങ്ങനെ കുറച്ച് മിനിയേച്ചേഴ്സും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ ആൻഡ് ഒരു ലവ്ലി ക്രിസ്മസ് ഡെക്കോർ ഐഡിയ ആണിത്. അപ്പം യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ക്രിസ്മസിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.